ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഷീജ വക്കത്തിൻ്റെ കവിത വന്നു. അങ്ങൊരു പാക്കാന്ത പാർത്തിരുന്നു. വായിച്ചിട്ടും മതിയാവുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും നമ്മൾ ജീവിച്ച പരിസരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടുകൂടിയായിരിക്കും ഒരു കഥ പറയുന്നത് പോലെ നല്ല മനോഹരമായിട്ട് ഷീജ കവിത പറയുന്നുണ്ട് നമ്മളോട്. കല്ലുവെട്ടാങ്കുഴിയായിരുന്നു, വെള്ളില വള്ളി പടർന്നിരുന്നു, കൊല്ലങ്ങളേറെ മുൻപായിരുന്നു കൃഷ്ണകിരീടം വിടർന്നിരുന്നു. കൃഷ്ണകിരീടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ 6 മാസം പോകുന്നതാണ് പറയുക. അങ്ങനെ തട്ടായിട്ട് കൃഷ്ണൻ്റെ കിരീടം പോലെ. അത് പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും പല പേരിലാണ്. പാക്കാന്തയെ പോലെ തന്നെ നമ്മൾ കോക്കാച്ചി, പ്രേതം, ഭൂതം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഈ പാക്കാന്ത. അത് ശരിക്കൊരു കാട്ടുപൂച്ചയാണെന്ന് അവസാനം കവിയത്രി പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിങ്ങനെ മുഴുവനും പറയാൻ എനിക്ക് സമയമില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നി. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറേ ഇമേജസ് അതിൽ വരുന്നുണ്ട്. ചില്ല കൊടുങ്കൈ നിലത്ത് കുത്തി വല്ലാതെ നോക്കുന്ന പറങ്കിമാവൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുള്ളുമുരുക്കിൻ്റെ മുരുക്കിൻ്റെ മരത്തിൽ നിന്നൊരു പശ ഇങ്ങനെ വരും. അത് തീവായു പോലെ ഭൂമി തൻ തീവായി പിളർന്നു വരുന്ന ലാവയാണെന്നാണ് പറയുന്നത്. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഷീജ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഇതുണ്ട്. ഒപ്പം തന്നെ ഈ പാക്കാന്തയെ കാണണമെന്ന് തോന്നുന്നു. കള്ളിമുണ്ടുടുത്ത പാക്കാന്ത, ഒപ്പം പെൺപാക്കാന്തയും കൂടി ഉണ്ട്. അവർ തമ്മിലുള്ളൊരു വളരെ മനോഹരമായ പ്രണയരംഗത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഹൃത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന തൻ്റെ ഇണയെക്കുറിച്ച്, ആ ഇണയെ നോക്കുന്നൊരു നോട്ടമുണ്ട്, തൊട്ടൊഴിഞ്ഞുള്ള ആ നോട്ടം. അത്തരമൊരു നോട്ടം പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് കവിത പറയുന്നു, കവിതയിലൂടെ കവയിത്രി പറയുന്നു. അത്രയും മനോഹരമായ കുറേ ഇമേജസ്. കുഞ്ഞിന് പേടി വരുമ്പോൾ പുളിയുറുമ്പെന്നാണ് നമ്മൾ പറയുക. പച്ച നീറ് ഉറുമ്പുകൾ വീഴുക, അതിൻ്റെ കൂടിങ്ങനെ അടർന്ന് വീഴുമ്പോൾ വേദന എടുക്കുക, ഉറുമ്പ് വല്ലാതെ പിടിക്കും. അതൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ അത് പറയുന്നു. അതുപോലെ ഈ പാക്കാന്ത അന്നുണ്ടായിരുന്നത് പുറത്താണെങ്കിൽ, ഇരുട്ടിലായിരുന്നെങ്കിൽ, ഇന്ന് വീടിനകത്ത് വെളിച്ചത്തിൽ എത്രയോ പാക്കാന്തമാർ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ പല മാനങ്ങളുള്ള ആ കവിത അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിത.